ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്തിനെക്കുറിച്ച് റിസർച്ച് നടത്തുമ്പോഴും അന്വേഷിക്കുമ്പോഴുമൊക്കെ അവിടെ എയുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട്. പക്ഷേ നമ്മൾ ഈ വന്ന സമയത്തൊക്കെ നമ്മളെല്ലാവരും വലിയ ആശങ്ക പ്രകടിപ്പിച്ചത് ഇവിടുത്തെ ആളുകളുടെ ജോലി പോകുമോ എന്നുള്ളതാണ്. അന്ന് പലരും പറഞ്ഞത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ എയിൽ നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള പല വാർത്തകളും സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല. ആളുകൾക്ക് കൂട്ടത്തോടെ, ആയിരക്കണക്കിന് ആളുകൾക്ക് കൂട്ടത്തോടെ ജോലി നഷ്ടപ്പെടുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ടായല്ലോ. എന്താ അതിൻ്റെ കോറോ ഹെൽത്തിൻ്റെ 750-ലധികം ജീവനക്കാരെ ഒന്നിച്ച് പിരിച്ചുവിട്ട ഒരു വാർത്ത നമ്മൾ കണ്ടു. അതിൻ്റെ പിന്നിലും ഈ മെഡിക്കൽ കോഡിങ്ങിന് ടെക്നോളജി ഉപയോഗിക്കുന്നതോടുകൂടി ജോലിക്കാർ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തുകയും അങ്ങനെ ജോലിക്കാരെ പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന മറ്റൊരു വാർത്ത മൈക്രോസോഫ്റ്റിലെ പിരിച്ചുവിടലിനെ കുറിച്ചാണ്. 4800-ലധികം ആളുകളെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇങ്ങനെ ആളുകളെ പിരിച്ചുവിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിനർത്ഥം. അജിംസ്, ഈ ഒരു അവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചതാണോ? ഇനി അങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കും? മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിമിംഗ് കമ്പനിയിലാണ് ഈ 2800 പേര്. എത്ര? 4800 എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെ 20%, മൊത്തം മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെ 2% ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ പിരിച്ചുവിടലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, 2%. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നൗഫിൽ പറഞ്ഞതുപോലെ കോഡിങ്, സ്ക്രിപ്റ്റിംഗ് അങ്ങനെയുള്ള മേഖലയാണ്. കാരണം അത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരേ ജോലി തന്നെ ചെയ്യുന്ന, അതിന് മതി, മനുഷ്യന് ആവശ്യമില്ല എന്നുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ഈ കോറോ ഹെൽത്തിലെ ഒരു ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മാനേജറാണ്. പുള്ളി പറയാണ്, ഈ ഞങ്ങൾ പ്രധാനമായും കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ട്രെയിൻ ചെയ്യലായിരുന്നു. ട്രെയിൻ ചെയ്തു, പക്ഷെ അത് നമ്മുടെ പണികളായുള്ള ട്രെയിനിങ്. ഇതിന് ട്രെയിൻ ചെയ്യണമല്ലോ. ട്രെയിൻ ചെയ്യുന്ന ജോലിയാണ് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെയ്ത് അവസാനം വന്നപ്പോൾ പണി പോകുന്ന ലക്ഷണത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കൊലക്കയർ പിരിക്കുന്ന ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഭയങ്കര ദുഃഖകരമാണ് അവസ്ഥ. പക്ഷേ വഴി ഈ പറയുന്ന IT സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ജോലി പോകുന്നത്. IT സെക്ടറിൽ തന്നെ പ്രധാനമായി ഈ പറയുന്ന മുമ്പ് പറഞ്ഞ പോലെ കോഡിങ്, സ്ക്രിപ്റ്റിംഗ് പോലുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. എന്ന് കരുതി IT സെക്ടറിലെ മുഴുവൻ ആളുകളുടെയും ജോലി പോകുമെന്നോ അങ്ങനെയൊന്നും ആശങ്കിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് ഫിനാൻസ്, അതുപോലെ കസ്റ്റമർ കെയർ, ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ്. കസ്റ്റമർ കെയറിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചാറ്റ് ബോട്ടുകളാണ് ഈ കസ്റ്റമർ ഡീൽ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചുരുക്കം ഏരിയകളിലേക്കാണ് ഇപ്പോൾ കടന്നു കയറാൻ സാധ്യതയുള്ളത്. അതായത് മൊത്തം കോർപ്പറേറ്റ് ജോലികളുടെ ഈ ബ്ലൂ കോളർ ജോലികളുടെ ഒരു നല്ല ശതമാനം അർത്ഥത്തിൽ എംപ്ലോയ്മെൻ്റ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ അർത്ഥത്തിൽ അത് റീപ്ലേസ് ചെയ്യപ്പെടും. പക്ഷേ അപ്പോഴും ഉടനെയൊന്നും ഒരു 50 വർഷത്തേക്കൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നിരവധി മേഖലകൾ ഇപ്പോഴും ഉണ്ട്. ആ മേഖല ഇപ്പോഴും സ്ട്രോങ് ആണ്. അത് ഈ ഓരോ കമ്പനികളും ഈ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ജോലികളെ പറ്റി പഠിക്കുകയും പേപ്പറുകൾ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട്. 50 വർഷത്തിൻ്റെ വളരെ ചെറിയ കാലയളവാണ്. 50 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വികാസം വെച്ചിട്ടാണ് അവരത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അതിനപ്പുറം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നാളെ റോബോട്ടുകൾ ഇറങ്ങിയിട്ട് പറമ്പിൽ കളിക്കാൻ വരുമോ, റോബോട്ടുകൾ വീട് പണി ചെയ്യുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായ ചില തൊഴിലുകളുണ്ട്. ഇപ്പോൾ കാർപ്പൻ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഇതിനൊന്നും റീപ്ലേസ് ചെയ്യാൻ വളരെ പാടാണെന്നാണ് പറയുക. അതായത് ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള സാധനമാണ്. മറ്റൊന്നും ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. മനുഷ്യരുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ്. ഇപ്പോൾ ഇലക്ട്രീഷ്യനെ സംബന്ധിച്ച് ഈ വളരെ ദുർഘടമാണ് ഇലക്ട്രീഷ്യൻ്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു റിയൽ സെറ്റിൽ ഒരു റിയാലിറ്റി സിറ്റുവേഷനിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പാടാണ് ഒരു ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന ജോലി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിരവധി ജോലികളുടെ കാര്യം പറയുന്നുണ്ട്. പ്ലംബർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ അധികം ജോലികൾ. പിന്നെ ഈ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സ്, ഹെൽത്ത് സെക്ടറിലും ഇത് വരാൻ സാധ്യതയെന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ, ChatGPT ഡോക്ടറായാൽ എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഭയങ്കര തമാശയായിട്ട് പ്രചരിക്കുന്നുണ്ട്. ChatGPT സോറി പറയും വളരെ പെട്ടെന്ന്, ആൾ മരിച്ചുപോയി, സോറി, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനോ എന്ന് ചോദിക്കും ChatGPT. എന്ത് സേവനമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ ഒരു ജനറൽ ഫിസിഷ്യൻ ചെയ്യുന്ന കുറേ അധികം ജോലികൾ ChatGPT ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലക്ഷണങ്ങൾ നോക്കുക, സിംറ്റംസ് നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുക, അതിന് മരുന്ന് എഴുതി കൊടുക്കുക. അത് റിപ്പീറ്റേറ്റീവ് സ്വഭാവമുള്ളതാണ്. പനി വന്നാൽ ഏറെക്കുറെ എല്ലാ ഡോക്ടർമാരും ഒരേ മരുന്നാണ് എഴുതുക. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും ഈ എന്തുകൊണ്ടാണ് ഡോക്ടർക്ക് കുറേ കൂടി വാല്യൂ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഒരു രോഗിയെ കാണുമ്പോൾ രോഗി പറയുന്ന
സിംറ്റംസ് അല്ലാതെ മറ്റു ചില സിംറ്റംസ് അയാളുടെ സംസാരത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതുകൊണ്ടുകൂടിയാണ്. അതൊന്നും എക്ക് കഴിയണമെന്നില്ല. അപ്പോൾ വരുന്നു എല്ലാ ജോലികളും പോകുന്നുള്ള ആശങ്കയൊക്കെ വെറുതെയാണ്. അങ്ങനെയൊന്നുമല്ല. ഈ തരത്തിലുള്ള ഇപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ചില ജോലികൾക്ക് പോകുന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. അത് വലിയ തോതിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകും. മറ്റൊരു കാര്യം, ഈ തന്നെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ ജേർണലിസം ഫീൽഡിൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ജോലികളെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ മീഡിയയിൽ വലിയ തോതിൽ തൊഴിൽ പോയിട്ടുണ്ടോ? ഇല്ല. മീഡിയയിൽ തൊഴിൽ പോകുന്ന എവിടെയാണ്? കണ്ടന്റ് റൈറ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു റിസ്ക്കാണ്, ചലഞ്ചിങ് ആണ്. കാരണം വളരെ ജനറൽ ആയിട്ടുള്ള അഡ്വർടൈസിങ്, ട്രാൻസ്ലേറ്റേഴ്സ്, ഡിസൈനേഴ്സ് അങ്ങനെയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവും. അതേസമയം ജേർണലിസത്തിൽ ഇത് നമ്മൾ കുറേ കൂടി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ AI വന്നതോടുകൂടി. അപ്പോൾ ഏത് ടെക്നോളജി വരുമ്പോഴും ഈ തരത്തിലുള്ളൊരു റീസ്ട്രക്ചറിങ് തൊഴിൽ രംഗത്ത് ഉണ്ടാവും. കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ എന്തായിരുന്നു? വലിയ കമ്പ്യൂട്ടർ എത്രയോ ജോലി കളയുന്നു, തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊക്കെ തുടങ്ങി പ്രൊട്ടസ്റ്റിനായിരുന്നു. അത് സ്വാഭാവികമായിട്ടും തൊഴിൽ രംഗത്ത് ഉയരുന്ന പ്രതിഷേധവും ആശങ്കകളുമാണ്. അത് AIക്കെതിരെ ഉണ്ടാവും. ഇപ്പോൾ കോറോ ഹെൽത്തിലെ സംഭവം വളരെ ദൗർഭാഗ്യമാണ്. കോറോ ഹെൽത്തിലെ പ്രശ്നം AI വന്ന് ജോലി കളഞ്ഞു എന്നുള്ളതല്ല. അവിടെ വന്ന് AIയുടെ കാരണം ചൂണ്ടിക്കാട്ടിയ ആളുടെ ജോലി കളയുന്നത് നിയമവിരുദ്ധമായിട്ടാണ്, ചട്ടവിരുദ്ധമായിട്ടാണെന്നുള്ളതാണ് പ്രശ്നം. ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ 2 മാസത്തെ ശമ്പളം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് പൊക്കോളാൻ പറയുക, ഓഫീസിൽ കയറരുതെന്ന് പറയുക എന്നുള്ളത് ഒരു രാജ്യത്തെ നിയമം പാലിക്കാൻ ആ കമ്പനി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് AI അങ്ങനെ വലിയ തോതിലുള്ളൊരു ഇമ്പാക്റ്റ് ഈ തൊഴിൽ മേഖല ഉണ്ടാക്കും. പക്ഷെ അത് സ്വാഭാവികമായ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റീസ്ട്രക്ചറിങ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. അങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുമോ? അല്ല, ആശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ദാറ്റ്സ് എ ഫാക്ട്. ഇപ്പോൾ ഈ അജിംസിപ്പ് അവസാനം റീസ്ട്രക്ചറിങ് ഇവർ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വർക്ക് തന്നെ ഗ്ലോബൽ റീസ്ട്രക്ചറിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ്. കോറോ ഹെൽത്ത് പറഞ്ഞാൽ ടെക്സാസ് ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യയിൽ പല ചെന്നൈയിലാണ് ഇന്ത്യയിൽ അവരുടെ ആസ്ഥാനം. ഇന്ത്യയിൽ മറ്റ് പല നഗരങ്ങളിലുണ്ട്. കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയിലാണുള്ളത്. മെഡിക്കൽ കോഡിംഗ്, ട്രാൻസ്ക്രിപ്ഷൻ അതിനകത്താണ് അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് ആദ്യമായിട്ട് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഡിംഗ് കമ്പനി തുടങ്ങിയ എൻ്റെ സുഹൃത്ത് വളരെ നേരത്തെ തുടങ്ങി. അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ വളരെ സ്വാഭാവികമാണ്. പിന്നെ മെഡിക്കൽ സർട്ടിഫൈഡ് കോഡേഴ്സ് ഇതിനകത്ത് രണ്ടാണ്. പക്ഷേ ഇത് രണ്ടിനകത്തുള്ളൊരു ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, നിലനിൽക്കും. കോഡിങ്ങിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈലി പറഞ്ഞാൽ റെപ്പിറ്റേറ്റീവാണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അപ്പോൾ ഈ ബേസിക്കലി ഇത് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ അമേരിക്കയിലെ ഹോസ്പിറ്റലുകൾ അവരുടെ ഡോക്ടർ രോഗി ഇൻട്രാക്ഷൻ അത് ഈ ആൽഫാ ന്യൂമറിക് കോഡുകളാക്കി മാറ്റുക, ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട് അത്രേ. അത് ഡോക്ടർ ലാപ്ടോപ്പ് തുറന്നു വെക്കുന്നു. ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആ സംഭാഷണം നടക്കുമ്പോൾ തന്നെ ഈ കോഡിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റഡാണത്. അപ്പോൾ നേരത്തെ അവർക്ക് വലിയ തോതിൽ ഇപ്പോൾ വലിയ ബാക്ക് ഫയൽസ് ഉണ്ടാവുമായിരുന്നു ഈ കോഡിങ്ങിൻ്റെ. അതിനൊന്നും കാര്യമായി ഇപ്പോൾ ഇല്ല. ആ റിയൽ ടൈമിൽ തന്നെ ഇതിൻ്റെ കോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത്രയും ആളുകൾ, അതും വലിയ ശമ്പളത്തിലാണ് ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. ഈ സർട്ടിഫൈഡ് കോഡേഴ്സാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്രയും ശമ്പളത്തിൽ ആളുകൾ നിർത്തേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് സോഫ്റ്റ്വെയറുകൾ, AI ടൂളുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്രയും ഹ്യൂമൻ റിസോഴ്സ് അവർ അതിന് മാറ്റിവെക്കുന്നു. അല്ലെങ്കിൽ അത് വേണ്ട ഭാവി തന്നെ അടയാണ്. അത് അതിന് സാധ്യതയില്ല. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് നമ്മുടെ ഇവിടെയുള്ള ഇവർ നിയമവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ തൊഴിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നു, വിവിധ ട്രേഡ് യൂണിയനുകൾ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ ലേബർ കോഡ്, കേന്ദ്ര ഗവൺമെൻറ് പുതിയ ലേബർ കോഡ് പ്രകാരം ഇത് പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. തൊഴിൽ മന്ത്രി പറയുന്നത് ലേബർ കോഡ് കേരളത്തിൽ നോട്ടിഫൈ ചെയ്തിട്ട് പോലുമില്ല, അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിട്ട് പോലുമില്ല. അപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനകളും മന്ത്രിയൊക്കെ പറയുന്നത് 1967 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് 300-ലധികം തൊഴിലാളികൾ ഒരു കമ്പനി ലേ ഓഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റിട്രഞ്ച്മെൻറ്റിലേക്ക് പോകുമ്പോൾ സർക്കാരിന് മുൻകൂർ അനുമതി മേടിച്ചിരിക്കണം. ഇവരത് മേടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് സർക്കാർ പറയുന്നത്, തൊഴിൽ മന്ത്രി പറയുന്നത്. സർക്കാരും തൊഴിൽ മന്ത്രി അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെയും നമുക്കറിയാം ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവിടെ വരികയും ഇവർ ഓഫീസ് പൂട്ടിയിട്ടിരിക്കുകയല്ലേ, ഈ വന്ന ആളുകളുടെ ഹാജർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താണ് ഇവർ ഇത്രയും ദിവസം ഓൺ ഡ്യൂട്ടിയാണ് എന്ന് സാങ്കേതികമായിട്ട് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നാളെ ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഡിസ്കഷനിൽ കോറോ ഹെൽത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആരും പങ്കെടുത്തിട്ടില്ല. ഇവിടെയുള്ള അവരുടെ കൗൺസിൽസ്, അഡ്വക്കേറ്റ്സ് മാത്രമാണ് പങ്കെടുത്തത്. അവരുടെ സീനിയർ ഒഫീഷ്യൽസിനോട് പങ്കെടുക്കാൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് സമയം അറിയില്ല. പക്ഷേ ഇതൊരു
എന്താ പറയുക, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇപ്പോൾ ഇന്ന് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിൻ്റെ, കോയമ്പത്തൂർ, പൂനെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ 800 ആളുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ മറ്റ് സിറ്റികളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്ക് മാത്രമൊന്നുമല്ല, മറ്റ് തൊഴിൽ മേഖലകളിലേക്കും ഇത് വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാലം വരുമ്പോൾ കടത്തുകാരൻ്റെ തൊഴിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് പാലം വരാതിരിക്കില്ല. പക്ഷേ കടത്തുകാരൻ വേറെ നിലക്ക് അയാൾ ഒരു സർവൈവൽ മെക്കാനിസം അയാൾ കാണുന്നുണ്ടാവും. എനിക്ക് സ്വയമേവ സർവൈവൽ മെക്കാനിസം ഇല്ലെങ്കിൽ അയാൾ നിലനിർത്തുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് എടുക്കും. അപ്പോൾ ഏത് തൊഴിൽ മേഖലയിലും സംഭവിക്കാവുന്ന പലതരം മാറ്റങ്ങൾ. ഇപ്പം ഈ 4800 ആളുകളെയാണ് മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ എന്താണ് HR മാനേജർ, അവരുപയോഗിക്കുന്ന വാക്ക് ചീഫ് പീപ്പിൾസ് ഓഫീസർ, അവരൊരു ലേഡിയാണ്. അവരയച്ച മെയിലുണ്ട്. ആ മെയിലിൽ എന്താണ് വി ആർ എലിമിനേറ്റിംഗ് 4800 റോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും റോളുകൾ നമുക്ക് ആവശ്യമില്ല, 4800 റോളുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ് എന്നാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഗൻ അവരുടെ ഗെയിമിംഗ് ഡൊമൈനിലാണ് ഇത്രയും ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിലും കൂടുതൽ ആളുകൾ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിട്ടിരുന്നു. മെറ്റയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള പല നിലക്കുള്ള അലൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുറിവുകളാണ്, അതിൻ്റെ പൊട്ടലും ചീറ്റലുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഒരു സങ്കീർണമായുള്ളൊരു കാര്യം തന്നെയാണ്. ഭരണകൂടത്തെ സംബന്ധിച്ചൊരു സങ്കീർണമായ കാര്യമാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുക എന്നുള്ളത് ഇത് മനുഷ്യരുടെ വലിയ തോതിൽ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന 100-800 ആളുകൾ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങൾ, അവരോട് നാളെ മുതൽ ജോലിയില്ല എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതേസമയം ഇത് ടെക്നോളജിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എയുടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഡിജിറ്റൽ പെർഫോമൻസ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാ ന്യൂസ് ഓർഗനൈസേഷൻ്റെയും വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം? ആളുകളിപ്പോൾ ഗൂഗിൾ ചെയ്യുന്നില്ലെന്നേ. ഈ ജമൈനയോടോ അല്ലെങ്കിൽ ഗ്രോക്കിനോടോ ഇവരോടൊക്കെയാണ് ചോദിക്കുന്നത്. ഗൂഗിൾ ഒരു വിഷയത്തെക്കുറിച്ച് ഗൂഗിൾ ചെയ്യുമ്പോഴാണല്ലോ അതാത് വെബ്സൈറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പം അവിടെ ലീഡ് ചെയ്യാതെ തന്നെ കിട്ടും. അതുകൊണ്ട് വലിയ തോതിൽ കുറവ് വന്നുകൊണ്ടിരിക്കും എല്ലാവർക്കും, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, എല്ലാ ന്യൂസ് ഓർഗനൈസേഷനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് ഗൂഗിൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. ഗൂഗിൾ നമുക്ക് പേ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ നമ്മളെ കണ്ടൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, AI മെഷീൻസ് നമ്മുടെ കണ്ടൻറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവർ തമ്മിൽ എന്തോ ഒരു തരം ഒരു ബിസിനസ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവേണ്ടി വരില്ലേ? അപ്പോൾ അത്തരം പുതിയ ചിന്തകൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ നമുക്കറിയാം. 2 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ നടന്നൊരു കേസാണ്. ഗൂഗിൾ അവരുടെ പേയ്മെൻറ്റ് സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്താൻ കാരണം അവിടെ ഓസ്ട്രേലിയയിലൊരു പത്രമാണ് കേസ് കൊടുത്തത്. ഞങ്ങളുടെ കണ്ടൻറ്റ് ഇവന്മാർ ഉപയോഗിക്കുന്ന, ഇവന്മാർ ഞങ്ങൾക്ക് 5 പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വലിയൊരു കോർട്ട് പ്രൊസീജിയറായി. ഗൂഗിൾ അവരുടെ പേയ്മെൻറ്റ് സ്ട്രക്ചറിൽ തന്നെ മാറ്റം വരുത്തി. അപ്പോൾ ആ നിലക്കുള്ള ചില അറേഞ്ച്മെൻറ്റുകൾ AI കമ്പനികളുമായിട്ട് നടത്തേണ്ടി വരും. പല ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ പല അടരുകളിൽ പല സ്വഭാവത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ വേദനകളും മുറിവുകളും ഉണ്ടാക്കുന്നുണ്ട്. കൊറോയിലെ തൊഴിലാളികൾ, അവിടെ ഇത്രയും ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ, അവരെ സംബന്ധിച്ച് വേദനാജനകമായൊരു സംഗതി തന്നെയാണ്. അതിൽ സന്തോഷകരമായ കാര്യം വളരെ പോസിറ്റീവ്, വളരെ പ്രൊആക്റ്റീവായിട്ട് ഗവൺമെൻറ്, തൊഴിൽ മന്ത്രി അതിനകത്ത് ഇടപെടുന്നുണ്ട്. ഓരോ സന്ദർഭത്തിലും തൊഴിൽ മന്ത്രിയാണെങ്കിലും അവിടുത്തെ MLA നമ്മുടെ ഉമാ തോമസ്, അവർക്ക് വളരെ പ്രൊആക്റ്റീവായിട്ട് അതിനെ ഇടപെടുകയും അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഇനിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ഇത്തരം സംഗതികൾ. ഔട്ട് ഓഫ് ഫോക്കസിനെ പെടുത്തുന്നൊരു AI ടൂൾ വരില്ലല്ലോ അല്ലേ? നോക്കാം.